ഇനിയിപ്പോൾ നെക്സ്റ്റ് ബ്യൂറോക്രാറ്റിക് മാനേജ്മെന്റിന്റെ അഡ്വാൻറ്റേജസ് ആണ്. ഒന്ന് പറയുന്നത് ഇറ്റ് ഹാസ് എ ക്ലിയർ ഹൈറാർക്കി ദാറ്റ് ഡിഫൈൻസ് ഹു ഹാസ് അതോറിറ്റി ആൻഡ് ഹൗ മച്ച്. നമ്മൾ പറഞ്ഞു ബ്യൂറോക്രാറ്റിക് ടൈപ്പ് ഓഫ് മാനേജ്മെന്റിൽ ആ ഹൈറാർക്കി എന്നുള്ളത് ക്ലിയർലി ഡിഫൈൻഡ് ആണ്. ആർക്ക് എന്തിനുള്ള അതോറിറ്റി ഉണ്ട്, അത് എത്രത്തോളം ഉണ്ടെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ബ്യൂറോക്രാറ്റിക് മാനേജ്മെന്റിൽ അറിയാൻ സാധിക്കും ആ ഒരു രീതിയിൽ. അതുകൊണ്ടുള്ള ഗുണം എന്താ വെച്ചാൽ ആരാണ് ഒരു കാര്യം ചെയ്യേണ്ടത്, അയാൾക്കത് എത്രത്തോളം അയാളുടെ അധികാരത്തിൽ നിന്നുകൊണ്ട് അത് എത്രത്തോളം ചെയ്യാൻ പറ്റും എന്ന കാര്യങ്ങൾക്ക് ഒരു ക്ലാരിറ്റി ഉണ്ട്. അപ്പൊ എനിക്കറിയില്ല, ഞാനല്ല ചെയ്യേണ്ടത് എന്നുള്ള വർത്താനങ്ങൾക്ക് പ്രസക്തി വരില്ല. ഇനി ഡിവിഷൻ ഓഫ് ലേബർ പക്കയാണ്. ഇന്ന ജോലി ഇന്ന ആൾക്ക്. നമുക്ക് തന്നെ അറിയാം, ഒരു ഓഫീസ് ആണെങ്കിൽ ചാർജ് ഒരാൾക്ക്, ക്യാഷ് ബുക്കിന്റെ ചാർജ് ഒരാൾക്ക്, സ്കോളർഷിപ്പിന്റെ ചാർജ് ഒരാൾക്ക്, അങ്ങനെ ആ ഡിവിഷൻ ഓഫ് ലേബർ ഉണ്ട്. ഇപ്പൊ ഒരു ഓഫീസിൽ നിങ്ങൾ ഫീസ് അടക്കാൻ ചെല്ലുമ്പോൾ ഫീസ് കളക്ട് ചെയ്യേണ്ടത് അവരാണ്, അവർക്ക് കൊടുക്കൂ, ആ രീതിയിലല്ലേ പറയാ. അല്ലാതെ അത് ഇവിടെ ഇരിക്കുന്ന ആർക്ക് വേണമെങ്കിലും കൊടുത്തോളൂ എന്ന് പറയില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അവിടെ അതേപോലെ തന്നെയാണ് ബ്യൂറോക്രാറ്റിക് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് രീതി. അങ്ങനെ ആവുമ്പോൾ ഡിവിഷൻ ഓഫ് ലേബർ ഇസ് വെരി റിജിഡ്. ഇനി പോളിസീസും പ്രൊസീജിയേഴ്സും വളരെ റിജിഡ് ആണ്, ദാറ്റ് ആർ ഇൻഫ്ലെക്സിബിൾ. അത് ഒരു പരിധി വരെ അതുകൊണ്ട് ഉപകാരവും ഉണ്ട് എന്ന ഉപദ്രവവും ഉണ്ട്. ഇപ്പൊ നമ്മൾ ചില സ്ഥലത്തൊക്കെ ചെല്ലുമ്പോൾ ഇപ്പൊ എനിക്കിത് ചെയ്തു തരുന്നുണ്ട് ഒരു ഓഫീസിൽ, പക്ഷെ പറയുന്ന നിയമപ്രകാരം അല്ലെങ്കിൽ പോളിസിയും പ്രൊസീജിയറും പ്രകാരം അത് ചെയ്തു തരാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ഒരു ഇൻഫ്ലെക്സിബിലിറ്റി, അതായത് അനർഹമായ ഒരു കാര്യം ചെയ്തു കിട്ടുക എന്നുള്ളതല്ല, നമുക്ക് അർഹിക്കപ്പെടുന്ന ഒരു കാര്യമാണ്. വേണമെങ്കിൽ നമ്മളെ കൊണ്ട് നമുക്ക് നമ്മുടെ ഒരു കോമൺ സെൻസ് ഉപയോഗിച്ചിട്ട് ചെയ്യാനുള്ള അധികാരം നമുക്ക് ഉണ്ടായിരുന്നെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാവുന്ന ഒരു കാര്യമായിരുന്നു. അങ്ങനെയുള്ള ഒരു സംഭവം പക്ഷെ പോളിസിയുടെയും പ്രൊസീജിയേഴ്സിന്റെയും റിജിഡിറ്റി കാരണം ഒരു തരത്തിലുള്ള ഫ്ലെക്സിബിലിറ്റിയും പലപ്പോഴും ബ്യൂറോക്രാറ്റിക് മാനേജ്മെന്റിൽ വരാറില്ല. അതുപോലെ തന്നെ ഇവിടെ പേഴ്സണൽ റിലേഷൻഷിപ്സിന് സ്ഥാനമില്ല. നമുക്കറിയാം, ഇപ്പൊ നമ്മൾ ഒരു ബാങ്കിൽ പോവുകയാണെന്ന് വിചാരിക്കും. ഞാൻ സർവീസ് ഓർഗനൈസേഷൻസിന്റെ കാര്യം പറയുന്നത് നമുക്ക് കൂടുതൽ ഫെമിലിയർ അതായതുകൊണ്ടാണ്. ഇപ്പൊ ബാങ്കിലിരിക്കുന്ന കാഷ്യർ ഇപ്പൊ ചിലപ്പോൾ എൻ്റെ അമ്മയായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ എൻ്റെ ആന്റി ആയിരിക്കും, അല്ലെങ്കിൽ നമുക്ക് പരിചയം അടുത്ത വീട്ടിൽ എന്ന് വിചാരിച്ചിട്ട് ക്യൂ നിന്നാൽ തന്നെയല്ലേ നമുക്ക് അവിടെ ക്യാഷിൽ അടയ്ക്കാൻ പറ്റൂ. അല്ലാതെ അവിടെ ഇരിക്കുന്ന ആളെ എൻ്റെ ബന്ധുവാണെന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് നിന്ന് പൈസ ആദ്യം വാങ്ങിക്കൂ, ഇല്ല. അപ്പൊ ഇനി ബാങ്കില് നമ്മളുടെ സ്വന്തം ആരെങ്കിലും മാനേജർ ആയിട്ടിരിക്കുന്ന ഒരു ബാങ്ക് ആണെങ്കിൽ പോലും അവിടെ പെടേണ്ട പ്രൊസീജിയേഴ്സ് നമുക്കും പാലിച്ചല്ലേ പറ്റൂ. അപ്പൊ അവിടെയാണ് ബ്യൂറോക്രാറ്റിക് മാനേജ്മെന്റിന്റെ ഒരു പ്രത്യേകത. പേഴ്സണൽ റിലേഷൻഷിപ്പിന് വലിയ സ്ഥാനമില്ല, ഇംപേഴ്സണൽ ആണ് ടോട്ടലി. ആ സംവിധാനത്തിൽ ഇരിക്കുന്നവരും അത് പ്രയോഗിക്കുന്നവരും ആരും ആയിക്കൊള്ളട്ടെ, പക്ഷെ ആ സംവിധാനത്തിലൂടെ കയറി ഇറങ്ങി പോയാൽ തന്നെ നമുക്ക് അവിടെ ആ പ്രോസസ്സ് കിട്ടുള്ളൂ എന്ന്. ഫേവറിറ്റിസം ഡിസ്കറേജ് ചെയ്യും. നമ്മുടെ ഒരു ആരോടെങ്കിലും ഒരു പക്ഷപാതം, ഒരു പാർഷ്യാലിറ്റി കാണിക്കാൻ പലപ്പോഴും പറ്റില്ല. കാരണം അത് ചോദ്യം ചെയ്യപ്പെടാം. കാണിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ കാണിക്കാറ് ഇല്ലായികൊന്നുമില്ല, പക്ഷെ അത് നോട്ട് ചെയ്യപ്പെടുകയും ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്യും. കാരണം ഇന്ന രീതിയിലൊക്കെ ഇങ്ങനെയൊക്കെ വന്നാലേ ഈ ഒരു ഇത് കിട്ടുള്ളൂ എന്നതാണ് ഓഫീസ് പ്രൊസീജിയർ എങ്കിൽ, അങ്ങനെ ആർക്കെങ്കിലും ഒരു ഫേവറിറ്റിസം കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് അറിയാൻ പറ്റും. ഞാൻ ഈ റെസീറ്റ് ഒപ്പിട്ട് തന്നല്ലോ, എന്താ അയാളുടെ എന്ന് റെസീറ്റ് ഒപ്പിടിക്കാതിരുന്നേ, ഞാൻ ഈ ക്യൂവിൽ നിന്നിട്ടാണല്ലോ, എന്താ അയാളെ ക്യൂവിൽ നിർത്തുക, അങ്ങനെ അത് നമുക്ക് ഡിസ്റ്റിങ്ക്ട് ചെയ്ത് അറിയാൻ പറ്റും. അപ്പൊ പലപ്പോഴും അത്തരം ഫേവറിറ്റിസംസ് ആരും വലിയ റിസ്ക് എടുത്ത് അങ്ങനെ സ്വതവേ ചെയ്യാറില്ല. അപ്പൊ അതുകൊണ്ട് അത് ഡിസ്കറേജ് ചെയ്യപ്പെടുന്നു. പിന്നെ ഓവർലാപ്പിംഗ് ഓർ കോൺഫ്ലിക്റ്റിംഗ് ഓഫ് ജോബ്സ് ആൻഡ് ഡ്യൂട്ടീസ്. ഇപ്പൊ നിങ്ങളൊരു ഓഫീസിൽ ചെല്ലുകയാണ്. ഓഫീസിൽ ചെല്ലുമ്പോൾ നിങ്ങൾ തന്നെ ഇപ്പോൾ അഡ്മിഷന്റെ സമയത്ത് ഫീസ് അടയ്ക്കാൻ ഓഫീസിൽ ചെല്ലുമ്പോൾ അവിടെ കറക്റ്റ് ഇന്ന ആള് ഫീസ് അടയ്ക്കുന്നു, ഇന്നടത്ത് പോയാൽ ഇന്ന ഫീസ്, ഇന്നടത്ത് പോയാൽ ഇന്ന ഫീസ്, ഇന്ന ആളുടെ സൈന്, ഇന്നടത്ത് വരും. അപ്പൊ അവിടെ ഒരു ഓവർലാപ്പിംഗ് ഓഫ് ഡ്യൂട്ടിയില്ല. ഒരാൾ തന്നെ ഫീസ് കളക്ട് ചെയ്യുക, അയാൾ തന്നെ അഡ്മിഷൻ എടുക്കുക, അയാൾ തന്നെ സർട്ടിഫിക്കറ്റ്, അങ്ങനെയില്ല. ഒരു ഡിവിഷൻ ഓഫ് ലേബർ ഉള്ളത് കൊണ്ട് തന്നെ ഡ്യൂട്ടീസ് ഓവർലാപ്പ് ചെയ്യില്ല. എനിക്കൊരു ജോലി ഉണ്ടെങ്കിൽ ഞാൻ അത് ചെയ്താൽ മതിയായിരിക്കും. സോ ദർ ഇസ് നോ ഓവർലാപ്പിംഗ് അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റിംഗ് ഓഫ് ഡ്യൂട്ടീസ്. എന്റെ ജോലിയല്ല ഇത്, ഞാൻ നോക്കണ്ട
അത് എനിക്കറിയില്ല, അങ്ങനെയില്ലേ. എൻ്റെ ജോലി ഇതാണ്, ഞാൻ ഇതാണ് നോക്കേണ്ടത്. മറ്റേ ജോലി ചെയ്യുന്നത് ആരാണ്, അവരാണ്. സോ അവരത് ചെയ്യാം. അങ്ങനെ നമുക്കൊരു ക്ലാരിറ്റി കിട്ടും. ഇനി സിസ്റ്റം പ്രെഡിക്റ്റബിൾ ആണ്, കൺസിസ്റ്റൻസിയും പ്രിസൈസ്നെസ്സും ഉണ്ട്. അത് ഈ സംവിധാനം എല്ലാവർക്കും അറിയാം. ഒരു കോളേജിൽ ചെന്നാൽ എങ്ങനെ അഡ്മിഷൻ എടുക്കണം, ഒരു ബാങ്കിൽ ചെന്നാൽ എങ്ങനെ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യണം, ഒരു ഹോട്ടലിൽ ചെന്നാൽ നമ്മളെങ്ങനെ ഭക്ഷണം കഴിക്കണം, ഒരു മാനുഫാക്ചറിങ് ഓർഗനൈസേഷനിൽ എങ്ങനെ മാനുഫാക്ചറിങ്ങും കാര്യങ്ങളും നടക്കുന്നുണ്ട്. സോ ദാറ്റ് സിസ്റ്റം ഇസ് പ്രെഡിക്റ്റബിൾ. അൺസർട്ടനിറ്റീസ് എൻവിറോൺമെന്റ് അനുസരിച്ചിട്ട് വരുന്നുണ്ടത് എന്നത് കവിഞ്ഞാൽ ഏറെക്കുറെ പ്രെഡിക്റ്റബിൾ ആണ്. അതുകൊണ്ട് തന്നെ കൺസിസ്റ്റൻസി. ഇപ്പൊ ഇന്ന് പോയിട്ട് ഞാൻ ടീച്ചറിന്റെ ജോലി ചെയ്തിട്ട് നാളെ കോളേജിൽ പോയിട്ട് എനിക്ക് പ്രിൻസിപ്പലിന്റെ ജോലി അല്ലല്ലോ കിട്ടുക. അപ്പൊ ഐ നോ മൈ റോൾ ഇതാണ് എന്നുള്ളത്. അപ്പൊ അല്ലെങ്കിൽ ഞാൻ ഇന്ന് പ്രിൻസിപ്പലായി മറ്റന്നാ പോയിട്ട് പ്യൂണായി, ഇത് നടക്കില്ല. സോ നമുക്കൊരു പ്രെഡിക്റ്റബിൾ ആണ്. ഞാൻ ഇന്നും കോളേജിൽ രാവിലെ പോകുമ്പോൾ ഞാൻ ഇന്നതാണ് ചെയ്യേണ്ടതെന്നും ഇന്നതാണ് എൻ്റെ ഡ്യൂട്ടീസ് എന്നും ഇന്നതാണ് പഠിപ്പിക്കേണ്ടതെന്നും ഇതൊക്കെ വളരെ വ്യക്തമാണ് അല്ലെ. സോ അതാണ് സിസ്റ്റം പ്രെഡിക്റ്റബിൾ ആണെന്ന് പറയുന്നത്. ഇനി മോഡ് ഓഫ് ഹയറിംഗ് ആൻഡ് പ്രൊമോഷൻ ഇസ് ബേസ്ഡ് ഓൺ മെറിറ്റ്. ഏറെക്കുറെ മെറിറ്റിന്റെ അടിസ്ഥാനത്തിലാണ്. മറ്റ് സ്വാധീനങ്ങൾക്കൊന്നും ശുപാർശകൾക്കൊന്നും ഒരു പരിധിക്കിപ്പുറം നമുക്ക് ഇത്തരം ബ്യൂറോക്രാറ്റിക് മാനേജ്മെന്റിൽ ചിലപ്പോൾ നമ്മൾ PSC എഴുതി ജോബിന് കയറുക, PSC എഴുതി ജോലിക്ക് കയറുക എന്ന് പറഞ്ഞാൽ PSC ക്വാളിഫൈ ചെയ്ത് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് സർട്ടിഫിക്കറ്റ് വെരിഫൈ ചെയ്ത് തന്നെ കയറണം. അതിൽ വേറെ കള്ളത്തരങ്ങൾക്കോ വേറെ ഇതിനോ ഒന്നും ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ പ്യുവർ മെറിറ്റിന്റെയാണ്. പക്ഷെ ഒരു പ്രൈവറ്റ് ജോബിൽ കയറാൻ അങ്ങനെ ആവണം എന്നില്ല. ഒരു പ്രൈവറ്റ് ജോബിൽ ചിലപ്പോൾ നമുക്ക് റെക്കമെൻഡേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ കയറാനായിട്ട് പറ്റും. പക്ഷെ ഗവൺമെന്റ് ജോബ് ആവുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ബ്യൂറോക്രാറ്റിക് സംവിധാനത്തിലൂടെ പോകുന്ന ഒരു എന്റർപ്രൈസ് ആകുമ്പോൾ അവിടുത്തെ ഹയറിങ് പ്രൊമോഷൻ ഒക്കെ ഏറെക്കുറെ മെറിറ്റിലായിരിക്കും. എൻകറേജസ് സ്പെഷ്യലൈസേഷൻ. എന്തുകൊണ്ടാന്ന് വെച്ചാൽ എന്നും ചെയ്യുന്ന ജോലി തന്നെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അതേ ജോലി തന്നെ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് നമ്മൾ അതിൽ എക്സ്പേർട്ട് ആവും. സോ ദാറ്റ് സ്പെഷ്യലൈസേഷൻ. അപ്പൊ ഇതൊക്കെയാണ് ബ്യൂറോക്രാറ്റിക് മാനേജ്മെന്റിന്റെ അഡ്വാൻറ്റേജ്. ഇനി ബ്യൂറോക്രാറ്റിക് മാനേജ്മെന്റിന്റെ ലിമിറ്റേഷൻസ് ആണ് പറയുന്നത്. ഏറ്റവും വലിയ ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ടൂ മച്ച് ഓഫ് റെഡ് ടേപ്പിസം ആൻഡ് പേപ്പർ വർക്ക്. ഒരുപാട് പേപ്പർ വർക്കുകൾ ഉണ്ട്. ഒരു കാര്യം നിസ്സാരമായിട്ടുള്ളൊരു കാര്യമാണെങ്കിൽ പോലും അതൊരു 5 മിനിറ്റ് കൊണ്ട് സാധിച്ചെടുക്കേണ്ട കാര്യമാണെങ്കിലും നിങ്ങൾ ആദ്യം ഒരു റിക്വസ്റ്റ് കൊടുത്ത് അതിന് മറുപടി കിട്ടി, ആ മറുപടി ഒരു ഡെസ്കിലെത്തി, അത് രണ്ടാമത്തടുത്തെത്തി, ഇങ്ങനെ കുറേ പ്രൊസീജിയേഴ്സും പേപ്പർ വർക്കും വരും. ഇതൊക്കെ സ്മൂത്തായിട്ട് വളരെ പക്കയായിട്ട് പോവുകയാണെങ്കിൽ പ്രശ്നമില്ല. പക്ഷെ ചിലപ്പോൾ ചിലയിടത്ത് ഫയലുകൾ കെട്ടിക്കിടക്കും. അതിനാ റെഡ് ടേപ്പിസം എന്ന് പറയുന്നത്. നമ്മളുടെ ഫയല് തീർപ്പ് കൽപ്പിക്കാൻ എടുക്കാതെ ഒരു ലോണിന് അപേക്ഷിച്ചു, അല്ലെങ്കിൽ ഒരു ഇൻകം സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്തു, അല്ലെങ്കിൽ ഒരു സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്തു. അപ്പൊ അത് ഒരുപാട് കാലം ചിലപ്പോൾ ബ്യൂറോക്രാറ്റിക് ഇതിന്റെ ഒരു പ്രശ്നമാണത്. അത് പേപ്പർ വർക്കൊക്കെ എക്സസ് ആയിട്ട് അവിടെ കെട്ടിക്കിടക്കാം. അത് നമുക്ക് പലപ്പോഴും അൺപ്ലസന്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസുകളും ഇൻഎഫിഷ്യന്റ് ഓപ്പറേഷൻസിലേക്കും ലീഡ് ചെയ്യാം. നമ്മൾക്കൊരു കാര്യം വിചാരിക്കുന്ന സമയത്ത് കിട്ടുമ്പോഴാണല്ലോ അതിന്റെ മൂല്യം ഉണ്ടാവുന്നത്. ഇന്ന് കിട്ടേണ്ട ഒരു കാര്യം 10 ദിവസം കഴിഞ്ഞിട്ട് കിട്ടിയാൽ ചിലപ്പോൾ ഒരു മണിക്കൂർ കൂടി കഴിഞ്ഞിട്ട് കിട്ടിയാൽ നമുക്കത് വാലിഡ് ആവണമെന്നില്ല. അപ്പൊ പലപ്പോഴും ബ്യൂറോക്രാറ്റിക് മാനേജ്മെന്റിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാൽ അനാവശ്യമായിട്ടുള്ള പ്രൊസീജിയറൽ ഡിലേസും അനാവശ്യമായിട്ടുള്ള പേപ്പർ വർക്കുകളും കാരണം പലപ്പോഴും റെഡ് ടേപ്പിസമാണ് സംഭവിക്കാറ്. അത് പല രീതിയിലുള്ള അൺപ്ലസന്റ് എക്സ്പീരിയൻസുകളിലേക്കും പിന്നീട് അങ്ങോട്ടേക്ക് ഇൻഎഫിഷ്യന്റ് ഓപ്പറേഷനുകളിലേക്കൊക്കെ ലീഡ് ചെയ്യാറുണ്ട്. പിന്നെ ടൂ മച്ച് റിലയബിലിറ്റി ഓൺ റൂൾസ് ആണ്. വളരെ റിജിഡ് റൂൾസ് ആൻഡ് പോളിസി പ്രൊസീജിയേഴ്സ് ആണ്. അതോ ഇങ്ങോട്ടോ ഒരു നമ്മൾക്ക് യുക്തിക്ക് അനുസരിച്ചൊരു തീരുമാനം എടുക്കാൻ ചിലപ്പോൾ ഇത് ചെയ്യുന്ന ആൾക്ക് തന്നെ തോന്നി എന്തിനാണ് ഇപ്പൊ ഇത്രയും എഴുത്തുകൂത്തൊക്കെ, വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ ചെയ്ത് തീരാവുന്ന കാര്യമല്ലേ ഉള്ളൂ, വല്ലാത്ത സാമ്പത്തിക ഇടപാടുകളോ ഒന്നും അല്ലല്ലോ, വൈ കാൺ വി മേക്ക് ദ പ്രൊസീജിയർ സിമ്പിൾ എന്ന് ചെയ്യുന്ന ആൾക്ക് തോന്നുന്നുണ്ടാവും. അല്ലെങ്കിൽ ഈ രീതി വിട്ടിട്ട് കുറച്ചും കൂടി ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ഇത് ചെയ്യാൻ നിൽക്കുന്ന ഉദ്യോഗസ്ഥന്റെ മനസ്സിലുണ്ടാവും. പക്ഷെ നിയമത്തിന് വിട്ടിട്ടോ റൂളിന് വിട്ടിട്ടോ അയാൾക്ക് സ്വന്തം കോമൺ സെൻസ് യൂസിച്ചിട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് വരുമ്പോ
ഒരു വ്യക്തി എന്ന നിലയിൽ, ഒരു ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ അയാളുടെ ഗ്രോത്ത്, ക്രിയേറ്റിവിറ്റി, ഡെവലപ്മെന്റ്, ഇനീഷ്യേറ്റീവ്നെസ് ഒക്കെ സഫർ ചെയ്യും. കാരണം എല്ലാം മുറ പോലെ നടക്കുള്ളൂ. പിന്നെ ഇപ്പൊ ഞാനിങ്ങനെ അമിതമായിട്ട് ഇതിലേക്ക് ബേർഡൻ കൊടുത്തിട്ടോ സ്ട്രെയിൻ എടുത്തിട്ടോ കാര്യമില്ല എന്നുള്ളൊരു തോന്നല് പലപ്പോഴും ആൾക്കാർക്ക് വരും. കാരണം എൻ്റെ ഒരു ക്രിയേറ്റീവ്നെസ്, എൻ്റെ ഒരു കോമൺ സെൻസ്, എൻ്റെ ഒരു സെൻസിബിലിറ്റി ഒന്നും എനിക്ക് ഇവിടെ കാണിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ കാണിച്ചാലും കാണിച്ചില്ലെങ്കിലും ഇതീ മുറ പോലെ നടക്കുള്ളൂ. സോ അങ്ങനെ വരുമ്പോൾ അതൊരു എംപ്ലോയിന് ചിലപ്പോൾ അത് ഈ തരത്തിലുള്ള സഫറിങ്സിന് കാരണമാകാം. പിന്നെ ബിഹേവിയറൽ കൺഫേമിറ്റിക്കാണ്, അല്ലാതെ പെർഫോമൻസിനല്ല. ആരും ഇങ്ങനെ ഒരു ബ്യൂറോക്രാറ്റിക് സംവിധാനത്തിൽ പോകുന്ന ഒരു ഓർഗനൈസേഷനിൽ ചെല്ലുമ്പോൾ എല്ലാം ആസ് പെർ റൂള് നടന്നിട്ടുണ്ടോന്നേ നോക്കുള്ളൂ. ഒരു 10 കൊല്ലം എടുത്തിട്ടും നിയമം അനുസരിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളതെങ്കിൽ പ്രശ്നമില്ല. പക്ഷെ വളരെ ക്യുക്കായിട്ട് ഒരു സൊല്യൂഷൻ കൊടുത്തു. അങ്ങനെ കൊടുക്കേണ്ടി വന്നപ്പോ അല്പസ്വല്പം മോശമായ രീതിയിലല്ല പോസിറ്റീവായ രീതിയിൽ തന്നെ ചില കാര്യങ്ങളിൽ നിന്ന് വിട്ടുവീഴ്ച ചെയ്യേണ്ടി വന്നു. ചില കാര്യങ്ങൾ നോക്കാതിരിക്കാനും ചില കാര്യങ്ങൾ ഒഴിവാക്കേണ്ടിയും നമ്മുടെ ഒരു കോമൺ സെൻസ് അനുസരിച്ച് ചെയ്യേണ്ടി വന്നു. പക്ഷെ അവിടെ പെർഫോമൻസിനല്ല വരിക അവിടെ. കാരണം എത്രയും പെട്ടെന്ന് ഒരാൾക്കൊരു സൊല്യൂഷൻ ഉണ്ടാക്കി കൊടുത്തു എന്നല്ല, ഈ പറയുന്ന റൂൾസ് ഫോളോ ചെയ്തിട്ട്. ഇപ്പൊ നമുക്ക് തന്നെ അറിയാം, വീടൊക്കെ സ്ഥലം വാങ്ങിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ലോൺ എടുക്കാൻ പോകുമ്പോൾ പിന്നാധാരം, മുന്നാധാരം, 10 കൊല്ലം മുമ്പുള്ള ആധാരം, ചിലപ്പോൾ അത്യാവശ്യമായിട്ട് പൈസക്ക് പോണ ഒരാൾക്ക് മുന്നാധാരം ഉണ്ടാവില്ല, രജിസ്റ്റർ ചെയ്ത നമ്പർ ഇതൊന്നും ഉണ്ടാവില്ല. അവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥന് ചിലപ്പോ അതില് കള്ളൊന്നില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കണം എന്നുണ്ടാവും. പക്ഷെ പലപ്പോഴും അത് പറ്റില്ല. അപ്പൊ അവിടെ പെർഫോമൻസിനല്ല, ആ പറയുന്ന കാര്യങ്ങളിൽ എത്രത്തോളം നമ്മൾ ചെയ്യുന്നുണ്ട് പക്കയായിട്ട്, അവിടെയാണ്. അപ്പൊ ആൾക്കാര് ആ കാര്യങ്ങൾ പക്കയായിട്ട് ചെയ്യാനേ നോക്കുള്ളൂ. ഒരാൾക്ക് ഗുണം വരുന്ന രീതിയിൽ കാര്യങ്ങൾ മാറ്റി ചെയ്യാൻ ഒരിക്കലും. പിന്നെ നമുക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് ഡിസിഷൻ എടുക്കാനുള്ള ഫ്രീഡം ഇല്ല. കാരണം ഇങ്ങനെയൊക്കെയാണ്. ഇപ്പൊ ഒരു ടീച്ചേഴ്സിന്റെ സർവീസ് റൂൾസ് ആണെങ്കിൽ KSRൽ ഇന്ന റൂൾസ് ഒക്കെ പറയുന്നുണ്ട്. നമുക്ക് ഇൻക്രിമെന്റിന്റെ കേസ് ആയാലും സാലറിയുടെ കേസ് ആയാലും നമ്മുടെ മറ്റെന്ത് കാര്യങ്ങളായാലും അതുപോലെ കിട്ടുള്ളൂ. എല്ലാത്തിനും ഒരു ഓർഡറാണ്. ഇത് ഓർഡർ വരണം. ഇത് എഴുതുന്ന ആൾക്ക് എന്നാ പിന്നെ ഇത് ഇങ്ങനെ അങ്ങോട്ട് ചെയ്താൽ കുറച്ചും കൂടി എളുപ്പല്ലേ എന്ന് ചോദിച്ചിട്ട്, അല്ലെങ്കിൽ അതല്ലേ കുറച്ചും കൂടി നല്ലത്, വളഞ്ഞു മൂക്കി പിടിക്കണ പോലെ ആണല്ലോ, ദിസ് ഇസ് ടു ഡയറക്റ്റ്, ഇങ്ങനെ ചെയ്യാലോ എന്ന് ചോദിച്ചാൽ അത് ചെയ്യാൻ പറ്റില്ല. കാരണം അങ്ങനെ ഒരു ഓർഡർ ഇല്ലെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇന്ത്യ ഒരു കാലത്തും ഡിസിഷൻ എടുക്കാൻ പറ്റില്ല. ഇനി പലപ്പോഴും ബ്യൂറോക്രാറ്റിക് സംവിധാനത്തിൽ പോകുന്ന ഓർഗനൈസേഷനുകള് മാറുന്ന ഇതിലേക്ക് അഡാപ്റ്റ് ചെയ്യാൻ പാടാണ്. ഇപ്പൊ ടെക്നോളജി മാറി. ഇപ്പൊ നമുക്ക് തന്നെ അറിയാം, ബ്യൂറോക്രാറ്റിക് അല്ലാത്ത രീതിയിൽ പോകുന്ന ഓർഗനൈസേഷൻസില് അവിടെ കാര്യങ്ങൾ സ്മൂത്ത് ആയിട്ട് എഫിഷ്യന്റ് ആയിട്ട് നടക്കുക എന്നുള്ളതിനാണ്. അപ്പോ അവർക്ക് കാലത്തിനനുസരിച്ചിട്ട് പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു ബ്യൂറോക്രാറ്റിക് രൂപത്തിലുള്ള ഒരു ഓർഗനൈസേഷന് അത്ര എളുപ്പമല്ല. അവർക്ക് അഡാപ്റ്റ് ചെയ്യാൻ കുറച്ച് ഡിഫിക്കൽട്ടും വളരെ സ്ലോ ആണ്. ഇനി ഇത്രയൊക്കെ രീതിയിൽ പെർഫോം ചെയ്താൽ മതി. ഇൻഡിവിജ്വൽ പെർഫോമൻസിന് ഒരു ലെവൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ലെവലിന് മേലെ പെർഫോം ചെയ്യുമ്പോൾ അതിന് തക്കതായിട്ടുള്ള പ്രതിഫലമോ അംഗീകാരമോ കിട്ടുമ്പോഴല്ലേ ആൾക്കാർ അതിൽ മേലെ പെർഫോം ചെയ്യാൻ നിൽക്കുള്ളൂ. ഇപ്പൊ 5 or 6 കൊല്ലം ഞാൻ എങ്ങനെ പഠിപ്പിച്ചാലും 6ാമത്തെ കൊല്ലം എനിക്ക് മിനിമം കാര്യങ്ങൾ വെച്ച് പ്രൊമോഷൻ കിട്ടും എന്നതാണ് വാസ്തവമെങ്കിൽ ഞാൻ അതല്ലേ നോക്കുള്ളൂ. എനിക്കിപ്പോ ഞാൻ ഇത്ര അവർ ക്ലാസ് എടുത്താലും ഇന്ന ജോലി ചെയ്താലും ചെയ്തില്ലെങ്കിലും ഒക്കെ എന്റെ സാലറിയും എന്റെ പ്രൊമോഷനും കൺഫേം ആണെങ്കിൽ നമ്മൾക്ക് പേഴ്സണലി അത്രത്തോളം കരിയർ അംബീഷൻ ഇല്ലെങ്കിൽ ആരും ആ മിനിമം ലെവലിന് മേലേക്ക് പോകാൻ ശ്രമിക്കില്ല. ബിക്കോസ് യു ആർ ഇൻ എ സേഫ് സോൺ. നമ്മൾ ശ്രമിക്കില്ല. അത് വലിയൊരു പ്രശ്നമാണ്. ബ്യൂറോക്രാറ്റിക് കൊടുക്കുന്ന സ്റ്റാൻഡേർഡ് വളരെ മിനിമമാണ്. അപ്പൊ ആൾക്കാര് മതി, ഇത്രയൊക്കെയല്ലേ പറഞ്ഞിട്ടുള്ളൂ, ഇതൊക്കെ ചെയ്താൽ മതി, ഇതിനപ്പുറമൊക്കെ ചെയ്തിട്ട് വലിയ മെച്ചമൊന്നുമില്ലല്ലോ, ഒരു ആത്മതൃപ്തിക്ക് വേണ്ടി വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ഇപ്പൊ വേണ്ട, പറഞ്ഞു ചെയ്തിട്ടുണ്ടല്ലോ, പ്രശ്നമൊന്നുമില്ലല്ലോ എന്നും ചിന്തിക്കാലോ. അപ്പൊ അതുകൊണ്ട് പലപ്പോഴും ഒരു മിനിമം ലെവലിനപ്പുറത്തേക്ക് പെർഫോമൻസ് കൊണ്ടുവരാൻ ആൾക്കാര് ശ്രമിക്കാറില്ല എന്നുള്ളതും ബ്യൂറോക്രാറ്റിക് മാനേജ്മെന്റ് ഒരു വലിയ പാളിച്ചയാണ്.